Good afternoon to all. നമുക്ക് ഈശ്വര പ്രാർത്ഥനയോടെ ആരംഭിക്കാം. കുടവച്ചൂർ സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും വിദ്യാർത്ഥികളുടെ അക്കാദമികവും അക്കാദമിക ഇതരവുമായ വിവിധ പ്രവർത്തനങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയും നമ്മൾ ആസൂത്രണം ചെയ്ത സമ്മാന കൂപ്പൺ പദ്ധതി ഇന്നിവിടെ പരിസമാപ്തിയിലെത്തിയിരിക്കുകയാണ്. ആദ്യമൊക്കെ ഇത്തരത്തിലൊരു പദ്ധതിയെക്കുറിച്ച് ആശങ്കകൾ ഉണ്ടായിരുന്നു. ആദ്യമായാണ് ഇത്തരമൊരു സംരംഭത്തിന് സെന്റ് മൈക്കിൾസ് തുടക്കം കുറിക്കുന്നത്. എങ്കിലും എല്ലാ അധ്യാപക അനധ്യാപകരുടെയും മാനേജ്മെന്റിന്റെയും PTA രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും നിരവധി അഭ്യുദയകാംക്ഷികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും വ്യാപാരികളുടെയും ഒക്കെ സഹകരണത്തോടുകൂടി ഈ പദ്ധതി വളരെ വിജയത്തിലെത്തിക്കുവാൻ നമുക്ക് സാധിച്ചു എന്നത് ഈ നിമിഷത്തിൽ നമുക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഏവരെയും ഈ നിമിഷത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. ഈ പദ്ധതിയെക്കുറിച്ച് വിശദീകരിക്കുന്നതിനായി വൈസ് പ്രിൻസിപ്പൽ ഷൈജ ടീച്ചറിനെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ ഒത്തൊരുമയുടെ ഒരു വിളിച്ചോതലാണ് ഈ ഒരു സംരംഭത്തിലൂടെ നമുക്ക് തെളിവാകുന്നത്. നമ്മുടെ സ്കൂളിലെത്തുന്ന കുട്ടികൾ സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ളവരാണ് എങ്കിലും ഭൂരിഭാഗവും അങ്ങനെയാണെങ്കിലും കലയോടും മറ്റ് കഴിവുകളും ധാരാളം ഉള്ള കുട്ടികളാണ് നമ്മുടെ ഇവിടെ എത്തുന്നത്. ആ കുട്ടികൾക്ക് അവരുടെ കഴിവുകൾ വിളിച്ചോതുവാനായിട്ട് കഴിവുകൾ വളർത്തുവാനായിട്ടുള്ള ഒരു സാമ്പത്തിക സഹായം എന്നുള്ള രീതിയിലും നമ്മുടെ സ്കൂളിൻ്റെ പാഠ്യേതര വിഷയങ്ങളിലുള്ള വികസനവും മുൻനിർത്തിയാണ് നാം ഈ ഒരു സംരംഭം ഇവിടെ തുടക്കം കുറിച്ചത്. ഈ ഒരു സംരംഭത്തിൽ പങ്കാളികളായവർ എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ളവർ മാത്രമല്ല, ഇന്ത്യയിലുള്ളവർ മാത്രമല്ല, വിദേശത്തുള്ളവർ പോലും നമ്മോടൊപ്പം കൈകോർത്തു. നമ്മുടെ സെന്റ് മൈക്കിൾസ് കുടുംബത്തിന്റെ ഈ കൂട്ടായ്മയിൽ നമ്മുടെ പുതിയ മാനേജർ അച്ഛനായ ജോഷി അച്ഛൻ ആദ്യമായി കടന്നു വന്നിരിക്കുകയാണ്. നമ്മോട് രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി അദ്ദേഹത്തെ ഏറെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ആദ്യമേ അച്ഛൻ എല്ലാവർക്കും അഭിനന്ദനം നേരുകയാണ്. ഇങ്ങനൊരു പ്രോജക്റ്റ് കൊണ്ടുവരുവാനും അത് വിജയിപ്പിക്കുവാനും സാധിച്ചത് നമ്മുടെ കൂട്ടായ്മയുടെ പ്രതീകമായിട്ടാണ് അച്ഛന് കാണുന്നത്. നമുക്കറിയാവുന്ന പോലെ ഒരു നാടിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് ഒരു സ്കൂളാണ്. വെച്ചൂർ ഗ്രാമത്തിൻ്റെ ഐശ്വര്യമായി നമ്മുടെ നാടിൻ്റെ അഭിമാനമായി സെന്റ് മൈക്കിൾസ് സ്കൂൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുമ്പോൾ ഞാൻ അറിഞ്ഞിടത്തോളം 1000-ലധികം കുഞ്ഞുങ്ങൾ പഠിക്കുന്നൊരു വിദ്യാലയമാണിത്. അങ്ങനെയുള്ളൊരു സ്കൂളിൽ നമുക്ക് എല്ലാ തരത്തിലും വികസന പ്രവർത്തനം നടത്തണം. അത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം കൂടിയാണ്. അതിനു വേണ്ടിയിട്ടുള്ള അധ്യാപകരുടെ, PTA സ്റ്റുഡൻസിന്റെ ഒത്തൊരുമിച്ചുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ നറുക്കെടുപ്പ്. പ്രിയമുള്ളവരെ, അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആർക്കാണോ ഭാഗ്യം, ഞാൻ ഉൾപ്പെടെ എടുത്തിട്ടുണ്ട്, കൊച്ചച്ഛനെ എടുത്തിട്ടുണ്ട്, എന്തായാലും എല്ലാവരും ആഗ്രഹിച്ചിരിക്കുമ്പോൾ 1ാം സ്ഥാനമോ അല്ലെങ്കിൽ 50ാമത്തെ സമ്മാനമോ ദൈവം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മിഖായേൽ മാലാഖ നൽകുന്നവർക്ക് ലഭിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ അധ്യാപകർക്കും PTA എല്ലാ കുട്ടികൾക്കും അച്ഛൻ അഭിനന്ദനം നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. അപ്പോൾ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. നമ്മളെല്ലാവരും കൂപ്പൺ എടുത്തിട്ടുണ്ട്. 51 സമ്മാനങ്ങളാണ് ഇവിടെ നമുക്കായിട്ട് ഒരുങ്ങിയിരിക്കുന്നത്. ആരൊക്കെയാണ് ഭാഗ്യവാന്മാര് ഭാഗ്യവതികളെന്നൊക്കെ നമുക്ക് അല്പസമയത്തിനകം അറിയാൻ സാധിക്കും. ഇവിടെ 4 ബൗളുകളുണ്ട്. 4 അക്ക നമ്പറുകളായിരുന്നു നമ്മുടെ കൂപ്പണിൽ ഉണ്ടായിരുന്നത്. നിങ്ങൾ എല്ലാവരുടെയും, അതായത് ഈ പദ്ധതിയുടെ സുതാര്യതയ്ക്ക് വേണ്ടി ഈ ബൗളിൽ എല്ലാ അക്കങ്ങളും ഉണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തുകയാണ്. 0 മുതൽ 9 വരെ ഓരോ ബൗളിലും ഉണ്ടായിരിക്കും. 1 2 3 4 5 6 7 8 9 എല്ലാത്തിലും അങ്ങനെയുണ്ട്.
വളരെ സുതാര്യമായിട്ട് പിഴവ് കൂടാതെ ഈ പദ്ധതി വിജയിപ്പിക്കാനായിട്ട് ജോഷി ചേട്ടനും ഷിനിസാറും ഒക്കെ മാസങ്ങളായിട്ട് കമ്പ്യൂട്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വിറ്റ കൂപ്പണുകളും വിൽക്കാത്ത കൂപ്പണുകളും അങ്ങനെ തരംതിരിച്ച് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഈ പ്രവർത്തനം ഇവിടം വരെ എത്തിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വിജയികളെ അറിയാം. ഒന്നാം സമ്മാനം നേടിയ ആരാണെന്ന് അറിയാനായിട്ട് ഓക്കെ, നമുക്ക് ലഭിക്കുന്ന നമ്പർ, അവസാനം ഫോം ചെയ്ത് വരുന്ന നമ്പർ വിൽക്കാത്ത നമ്പർ ആണെങ്കിൽ നമ്മൾ വീണ്ടും അതെടുത്ത് വിറ്റ കൂപ്പണിലെ ആ ഒരു സെക്ഷനിൽ നിന്ന് നമുക്ക് വിജയിയെ കണ്ടെത്താം. അപ്പോൾ ആദ്യമായിട്ട് മാനേജർ അച്ഛൻ ഒന്നാമത്തെ ബൗളിൽ നിന്ന് ആദ്യത്തെ ഡിജിറ്റ് മാനേജർ അച്ഛൻ. ആർക്കാ സമ്മാനം വേണ്ടേ? ഫസ്റ്റ് ഡിജിറ്റ് അല്ല, ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്പർ 7 ആണ് ആദ്യത്തെ ഡിജിറ്റ്. 7 1000ന്റെ പ്ലേസിൽ 7 ആണ്. നെക്സ്റ്റ് വൺ പ്രിൻസിപ്പൽ സിസ്റ്റർ, രണ്ടാമത്തെ ഡിജിറ്റ്. നമ്പർ 2. നമ്പർ 3 നമുക്ക് അസിസ്റ്റന്റ് മാനേജർ കൊച്ചനെ കൊണ്ട് എടുപ്പിക്കാം. കൊച്ചനാകാം. 9. ഓക്കെ, ഇനി നമുക്ക് PTA പ്രസിഡന്റായ സുരേഷ് ചേട്ടൻ. സുരേഷ് ചേട്ടനാണ് നിർണയിക്കുന്നത് ഒന്നാം സമ്മാന ജേതാവിനെ. 7291 എന്നതാണ് നമ്മുടെ ഒന്നാം സമ്മാനം. ഒന്നാം സമ്മാനത്തിന് അർഹന അല്ലെങ്കിൽ അർഹയായിരിക്കുന്ന നമ്പർ ഉള്ള നമ്പർ തന്നെയാണ്. ഓക്കെ, അപ്പൊ നല്ലൊരു ക്ലാപ്പ്. നമ്മുടെ ഒന്നാം സമ്മാനം ആരാണെന്ന് നമുക്ക് അല്പസമയത്തിന് ശേഷം അറിയാൻ സാധിക്കും. നമുക്ക് രണ്ടാം സമ്മാനക്കാരെ തെരഞ്ഞെടുക്കാം. 3. അടുത്ത ബോളിൽ നിർത്തും. 3 രണ്ടാമത്തെ എടുത്തേ. വീണ്ടും 3. 9 ആണ്. 339. 2. 3392 ഉണ്ടല്ലോ അല്ലേ? കൺഫേം ചെയ്യാമോ? സ്വന്തം നോക്കുവാണോ? ഉണ്ട്. അപ്പൊ രണ്ടാം സമ്മാനമായ ഗിയർ സൈക്കിൾ ആണ്. ഒന്നാം സമ്മാനം നമ്മുടെ വാഷിംഗ് മെഷീൻ ആയിരുന്നു. 7291 നമ്പർ. രണ്ടാം സമ്മാനമായ ഗിയർ സൈക്കിൾ 3392. അടുത്തത് കൊച്ചനാൻ ടീച്ചർ ഉണ്ടോ? അനിമോൻ സർ. അമ്പത്തൊന്ന് സമ്മാനമുണ്ട്, എല്ലാവർക്കും എടുക്കാൻ അവസരമുണ്ട് കേട്ടോ. 1 സാറ് ഓർഡറിലാന്ന് തോന്നുന്നു എടുക്കണേ. ടീച്ചർ ഒന്ന് നോക്കിക്കോണം കേട്ടോ ഓർഡർ. 8. 9 അല്ലേ എഴുതിയിട്ടുണ്ടല്ലോ സാറേ? 9. അപ്പൊ മൂന്നാം സമ്മാനമായ ഫ്രിഡ്ജ്. അടുത്ത ബിന്ദു ടീച്ചർ ഞാൻ വിളിച്ചിരിക്കുന്നത്. ടീച്ചർ തന്നെ പറഞ്ഞോ. സോറി, 4 സമ്മാനം. സോറി, 4 സമ്മാനം. 1. 6 ആണ്. 6 ആ ടീച്ചറെ? 6 ആണേ. 1 6. 8. 0. 1680. ആ ഉണ്ട്. നമ്മുടെ 4 സമ്മാനം എന്തായിരുന്നു? അല്ല, വിളിക്കാം. അടുത്ത ജയലക്ഷ്മി ടീച്ചറിനെ. മൈക്രോവേവ് ഓവൻ ആണ് ബിന്ദു ടീച്ചർ വിജയെ കണ്ടുപിടിച്ചിരിക്കുന്നത്. ബിന്ദു ടീച്ചർ തന്നെ കൊണ്ടുപോകുന്നറിയില്ല. ജയലക്ഷ്മി ടീച്ചർ 5ാം സമ്മാനം സെലക്ട് ചെയ്യാനായിട്ട് വരുന്നുണ്ട്.
7. ആദ്യത്തെ ഡിജിറ്റ് 7 ആണ്. ടീച്ചറെ തിരിഞ്ഞേക്ക്. 6. 2. 1. 8,000 രൂപയുടെ റെയ്ബാൻ ഗ്ലാസ് ആണ് കേട്ടോ. 5ാം സമ്മാനം. ഉണ്ടോ? ഉണ്ട്. ഇപ്പൊ നമ്മൾ എന്തായാലും അത്ര രൂപയുടെ പൈസ കൊടുത്ത് വാങ്ങില്ല, അടിച്ചാൽ അടിച്ചു. അടുത്ത ബെൻസ് ടീച്ചറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു. തിരിഞ്ഞോ ഞാൻ പിടിച്ചുതരാം. നമ്പർ 8. നമ്പർ 8. നമ്പർ 6. 8, 6. എഴുതിയില്ല. 8. വീണ്ടും 8. 8, 6, 8. 1. 8, 6, 8, 1. ഇതല്ലേ നമ്മുടെ കുക്ക് ടോപ്പ് അല്ലേ? 6ാം സമ്മാനം ഇൻഡക്ഷൻ കുക്കർ. 6ാം സമ്മാനം ഇൻഡക്ഷൻ കുക്ക് ടോപ്പാണ്. 6ാം സമ്മാനം. അതിന് നമുക്ക് വിജയം ഉണ്ടായിരുന്നു. 9 ഉണ്ടല്ലോ. അല്ല 9 നമ്മൾ വിറ്റ് പോയായിരുന്നല്ലോ അല്ലേ? 9 വിറ്റ് തുടക്കം 9 വരുന്നതേ വിറ്റ് പോയോന്ന് 9 വിറ്റ് പോയി. 7. 9, 7. വീണ്ടും 9. 7. വീണ്ടും 7. 9, 7, 9, 7 ഉണ്ട്. അപ്പൊ മിക്സർ ഗ്രൈൻഡർ 9797 എന്നുള്ള നമ്പറിനാണ്. ഇവിടെയാണ് എന്റെ ഓർഡർ. എനിക്ക് ആണോ? PTA പ്രസിഡന്റ് കൊണ്ടുപോകുന്നൊരു സംശയമുണ്ട്. അടുത്തായിട്ട് നമുക്ക് PTA പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ വിളിക്കാം. ധന്യ ചേച്ചി. എല്ലാം കൊണ്ടുപോകാൻ വേണ്ടി ഇരിക്കണം. അല്ല 2 എടുത്തായിരുന്നേ, 1 ഇടുവാണ്. 0. 0. 9. 6, 9 അവിടെ വേർതിരിച്ചറിയാം കേട്ടോ. 0, 9, 4. ഒന്നോടെ എടുത്തോ. പോകാൻ പറ്റട്ടെ. വീണ്ടും 4 വിറ്റതാണ്. ഓക്കെ. അപ്പൊ 8ാമത്തെ സമ്മാനം 8 അല്ലേ? സീലിംഗ് ഫാൻ ആണ് 8ാമത്തെ സമ്മാനം. അടുത്തത് സ്മൃതി. 9. ഒരു 9 ഉള്ളു കേട്ടോ. 4. 9, 4. 9, 4. വീണ്ടും 4. ശവായ മന്തി പോലെ. 0 ഉണ്ട്. അച്ഛാ 9ാമത്തെ സമ്മാനം അയൺ ബോക്സ് അല്ലേ? അയൺ ബോക്സ് ആണ് കേട്ടാ. അടുത്തത് നീതു. ബാ. ഇളക്കിട്ടെടുത്തോ. ഇഷ്ടപ്പെട്ട 2. എന്തും അച്ഛനോട് പറഞ്ഞേ.
9 എന്താ 4 4 3 2943 ഉണ്ട്. അച്ഛാ 11ാമത്തെ സമ്മാനം ഫ്രൈ പാനൽ, സോറി 10ാം സമ്മാനം ബൗൾ സെറ്റ് ആയിരുന്നു. സിസ്റ്റർ ഹിത ഇല്ല, 3 പ്രാവശ്യം പറഞ്ഞു. ഇപ്രാവശ്യം കേട്ടോ ഉറപ്പാ. 1 4 3 143 143 വരെ കഴിഞ്ഞിട്ടുണ്ട്. 5 1435 ഉണ്ട്. 11ാം സമ്മാനം ഫ്രൈ പാൻ ആണ് കേട്ടോ. ഷീബ ടീച്ചർ എടുത്തോ 0 വീണ്ടും 0 2 ഡിജിറ്റ് വീണ്ടും 1 1ാം ക്ലാസ് ആയിരിക്കും അല്ലേ. 0 0 0 1 0 ഓക്കെ. 12ാം സമ്മാനം 6 പ്ലേറ്റ് ഓക്കെ ഉള്ളതാണ്. ജ്യോതി ടീച്ചറെ ആ 6 പ്ലേറ്റ് 9 ആണേ. 8 5 7 9 8 5 7 ഉണ്ടോ? ഉണ്ട്. ഓക്കെ. ഒരു കാസറോളാണ് സമ്മാനം. അരുൺ സാർ ഇരിക്കണ ഓർഡറിലേക്ക് വിളിക്കും. വാ. ആരാ ടീച്ചറെ വിളിച്ചായിരുന്നു? ആ എവിടുന്ന് വീട്ടിൽ എടുത്തോ. 3 ഒരു സെക്കൻഡ്. 1 3 1 7 8 3 1 7 8 ഓക്കെ ഉണ്ട്. സന്ദീപ് സാർ ഇതിപ്പോ നമ്മള് 14ാമത്തെ സമ്മാനമായിരുന്നു. ബ്ലൂടൂത്ത് സ്പീക്കർ ആയിരുന്നു കേട്ടോ. എട്ട് 1 2 4 ഉണ്ടോ? 8 1 2 4 ഉണ്ട്. 15ാം സമ്മാനമായി ഫ്രൈ പാൻ ആയിരുന്നു. അടുത്ത ജിയോ സാറ്. നല്ലോണം
അതല്ല 27 നല്ല വിഷമിച്ചിരിക്കുന്നു. 4 2 3 ഉണ്ട്. ഓക്കെ, അപ്പോ നമ്മുടെ 16 സമ്മാനമായത് ഈ സീനറിയാണ്. 16 സമ്മാനം. ലിനീഷ് ആ ഉള്ളതാ, മടക്കിയൊന്നല്ലേ. 10 ഉണ്ടല്ലോ. ലിനീഷ് സുമിതയ്ക്ക് വാഗ്ദാനമൊക്കെ കൊടുത്തിട്ട് പോന്നിരിക്കണതാ. എന്ത് ജോഷൻ അവിടെ ചെയ്തോണ്ടിരിക്കുകയാണ്. 9 വീണ്ടും 9 3 7 9 ഉണ്ടോ? ജോഷി ചേട്ടൻ ഒന്ന് ഫ്രീ ആകാൻ പറ്റുമോ? ഇല്ല. കൃപ സിസ്റ്റർ കൃപ 17 സമ്മാനം അല്ലായിരുന്നോ അത്? 17 സമ്മാനം ഒരു മഗ് സെറ്റ് ആണ്. മഗ് സെറ്റ് എടുത്തോ. സീറോ കൊച്ചുപിള്ളേർക്ക് കിട്ടണുണ്ടല്ലേ. വീണ്ടും 0 8 1 0 0 8 1. അത് വിറ്റ് കാണും ഉറപ്പാ. നീന ടീച്ചർ വിറ്റല്ലേ? അപ്പൊ അത് 18 സമ്മാനം ഒരു കൊടയാണ്. ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കുക അടക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന കൊടയായിരുന്നു കേട്ടോ. നീന ടീച്ചർ പറഞ്ഞാ മതി. 9 ആണോ? 6 ആണേ. 0 6. ഓക്കെ, ഉണ്ട്. 18 ക്ലോക്ക് ആയിരുന്നു. ലോലി ടീച്ചർ അത് മറക്കരുത് അല്ലേ, മടക്കരുത് അല്ലേ. 4 6 3 7 ഉണ്ട്. ഓക്കെ, അത് നമ്മൾക്ക് എത്രാമത്തെ ആയിരുന്നു? 20ാമത്തെ സമ്മാനം അല്ലേ? നോൺ സ്റ്റിക് തവയായിരുന്നു. ജിൻസി ടീച്ചർ 5. ആദ്യത്തെ നമ്പർ 5 ആണേ. 4 7 4 ഇല്ല, ഒന്നുകൂടെ എടുത്തോ. 4 വീണ്ടും 4 6 അല്ലേ? അത് 9 അല്ലല്ലോ. 4 6 7 7 4 ഉണ്ട്. സാരി ആയിരുന്നു. ആ ഉണ്ട്. 21ാം സമ്മാനം സാരി ആയിരുന്നു. അനില ടീച്ചർ എന്തോ? അത് പുഡിംഗ് സെറ്റ്.
1 6 ഇതൊക്കെ പോയതായിരിക്കും ഉറപ്പാ. 7 9 ഉണ്ടല്ലോ. ഓക്കെ, റീബ ടീച്ചർ. സെവൻ, ആദ്യത്തെ നമ്പർ 7. വീണ്ടും എടുത്തു 5. 4. ആ ഉണ്ട്, പുഡിംഗ് സെറ്റ് ആയിരുന്നു ആൻസർ ടീച്ചർ. അടുത്ത എന്താ, ബെഡ്ഷീറ്റ് അല്ലേ? അല്ല, പ്ലാസ്റ്റിക് ചെയർ ആണല്ലേ. 0. നമ്മുടെ കൊച്ചു പിള്ളേർ കുറച്ച് കഷ്ടപ്പെട്ടായിരുന്നു, അതുകൊണ്ട് 8. 0 8 3 8. അത് ഉറപ്പായിട്ടും പോയതാ, ഉറപ്പല്ലേ? അത് പ്ലാസ്റ്റിക് ചെയർ ആയിരുന്നു അല്ലേ? 23 സമ്മാനം. 24 ജേക്കബ് സാറേ ബാ. ഇനി 25 ആണല്ലേ, അംബ്രല. 0. അടുത്തത് വിളിക്കുക. 2. അയ്യോ കണ്ടില്ല. ഇത് 6 ആണ്. 8. 0268 ഉണ്ട്. അതെന്തായിരുന്നു? അംബ്രല ആയിരുന്നു അല്ലേ അനു ടീച്ചർ? പോവാണോ? 8. 2. 6. 9 അല്ല. 4. 2. 8264 ഉണ്ട്. ടിങ്കു ടീച്ചർ 26 സമ്മാനമായിരുന്നു. ഒരു ഗ്ലാസ് സെറ്റാണ്, 6 ഗ്ലാസ് ഇറങ്ങുന്ന സെറ്റാണേ. ഇനി 27 സമ്മാനാണ്. 9 സന്ദീപ് സാറാണ് 9. 2. 6. 3 ഉണ്ട്. അപ്പം ഒരു ബൗളായിരുന്നു. ജോൾപി ടീച്ചർ ജോൾപി 6. 6 അല്ലേ? 6. വീണ്ടും 6. ഇല്ല 9. പ്രത്യേക ഇല്ല 9 എഴുതിയിട്ടുണ്ട്. 6 ആണെന്നോർത്താണ് ജോൾബി എടുത്തത്. 9 ആയിരുന്നു. ടീച്ചർ ഒന്നുകൂടെ എടുക്ക.
പല പ്രാവശ്യം എടുക്കേണ്ടി വരും അല്ലേ? 1 ടീച്ചർ എടുത്തോ, ഞാൻ മടക്കിയേക്കാം. 8 9 2 1 8 9 2 ഉണ്ടല്ലോ സുരേഷ് ചേട്ടാ. സീറോ സീറോ ആയിരുന്നു. 2 ഞാൻ മടക്കിക്കോളാം സുരേഷ് ചേട്ടൻ. 9 8 0298 1 8 അവരെന്തേ 7 8 നമ്മുടെ ജോർജ് അടുത്ത ഭാഗ്യശാലിയെ കണ്ടെത്താൻ പോവാണ്. 2 7 9 5 അത് വിറ്റതായിരിക്കും, പോയതാ. ബാച്ച പിടിച്ചേ ബാ. ബിജു എന്തിയേ? ഇവിടെ ഇല്ല. രണ്ടാണെങ്കിൽ ഉണ്ടാവും. വീണ്ടും 2 സ്മിജോ 8 9 മിണ്ടലെന്നാണ്. ഷിബി ടീച്ചറെ വാ. എന്നാ ഞാൻ ഒരെണ്ണം എടുക്കാം. ടീച്ചർ വരണ വരെ ഞാൻ എടുക്കുവാണേ. 5 ഇവിടെ ഒന്ന് പോലും. 6 7 5 ഉണ്ടോ ഷിബി ടീച്ചറെ? ആ 2 4 2 4 ഫാൻസി നമ്പറാണേ. ഇല്ല ഫാൻസി നമ്പർ ഇല്ലായിരുന്നു. ഒന്നുകൂടി എടുക്കുക. 6 3 2
0 6320 ഉണ്ടായിരുന്നു. ഒന്നോടെ എടുത്ത് ശരി പിടിച്ചേ. ഉണ്ട് ഉണ്ട്. ആ എടുത്തോ ഇനി എടുത്തോ ബാ എടുക്ക. ആ 40 4 7 2 3 4 7 2 3 ഉണ്ട്. അനുമോൻ സാറേ സീറോ. ഇതുവരെ പോകാത്ത നമ്പറാണ്. 1 0 1 കൊച്ചു പിള്ളേർക്ക് ഇരിക്കട്ടെ. 2 ആഹാ ഓർഡറിലാണോ? ഞാൻ 3 എടുക്കാം. 3 എടുക്കാനാ പറഞ്ഞേക്കണേ. 1 ഉണ്ട്. 0 1 2 1 അതും ഫാൻസി നമ്പർ ആയിരുന്നു. ആരെങ്കിലും ഒക്കെ വാ. നീതു ബാ എടുക്ക ബാ സ്മൃതി ബാ. നമുക്കിനി 10 9 സമ്മാനം കൂടെ. 3 2 2 ആ 9 6 ആ 6 3 2 2 6 ഒന്നും കൂടെ എടുക്കാം ബാ. ഒന്നും കൂടെ എടുത്തിട്ട് പോവാം. എന്നിട്ട് അടുത്തയാളോ. എൻ്റെ ഫോണാണോ അടിക്കണേ? ആരാണ്? 9 7 3 3 ഉണ്ട്. ധന്യ ബാ ഉള്ള നമ്പറാ 9 7 3 3. 6 2 9 9 ഇല്ല. 3 4 9 3 ഉണ്ട്. ഒരെണ്ണം കൂടി എടുത്തു എന്തായാലും ഇവിടെ വന്ന്. അപ്പോൾ ആ കോള ഫുള്ളാവും. അല്ല ആ 6 2 9 7 8
0 വീഴുന്നുണ്ട് പറയാം. 9 3 1 ഉണ്ട്. ഓക്കെ, താങ്ക് യു. കൃപ സിസ്റ്റർ വാ, ഒന്നുകൂടെ വാ. ഇവിടെ നിന്ന് ഇനി ബ്രോസ്റ്റഡ് ചിക്കൻ 5 പേർ. ഇനിയുള്ള സമ്മാനം ബ്രോസ്റ്റഡ് ചിക്കൻ ആണ്, 2 സെറ്റ്. ഇനിയുള്ള 5 സമ്മാനം അത് നമ്മുടെ കൃപ സിസ്റ്റർ തെരഞ്ഞെടുക്കും. 5 2 0 9. ഓക്കെ, ഇനി 4 കൂടി എടുത്തു, അപ്പൊ പിന്നെ തീരും. എടുക്കല്ലേ. അടുത്തത് 9 8 4 2 9 8 4 2 ഉണ്ട്. 2 9 2 9 1 4 ഉണ്ട്. എന്താ ഭാഗ്യമുള്ള കയ്യാ. രണ്ട് 5 6 5 2 5 6 5 ഇല്ല. പറഞ്ഞപ്പോ തീർന്നു, അവിടെ കൊണ്ട് തീർന്നു. ഭാഗ്യം. 1 8 3 4 അതുണ്ട്. ഇനി ഒന്നുകൂടെ എടുത്ത ഇനി നമ്മുടെ അവസാനത്തെ ഭാഗ്യശാലി. ലാസ്റ്റ് പ്രൈസ് 4 റോസ്റ്റഡ് ചിക്കൻ. രണ്ട് 1 6. ഓക്കെ, അത് ഭയങ്കര ഉണ്ട്. സാറ് അപ്പോ നമ്മുടെ ഭാഗ്യശാലികളെ എല്ലാവരെയും തെരഞ്ഞെടുത്തു. നമ്മുടെ ഈ പ്രവർത്തനത്തിന്റെ കൺവീനർ ഞങ്ങളുടെ ഹെഡ് ഞങ്ങളുടെ ഷിനു സാറായിരുന്നു. ഷിനു സാറ് 2 വാക്ക് നന്ദി പറയാനായിട്ട് ക്ഷണിക്കുകയാണ്. ഷിനു, എല്ലാവരുടെയും സഹകരണത്തോടെ നമുക്കിത് വളരെ വിജയകരമായിട്ട് പൂർത്തിയാക്കുവാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇന്ന് ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത് നമ്മുടെ ഈ ഒരു നറുക്കെടുപ്പ് പരിപാടി നടത്തുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മാനവേച്ചന് ഏറ്റവും സ്നേഹത്തോടു കൂടി സ്കൂളിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.
അതോടൊപ്പം തന്നെ ഇന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത നമ്മുടെ അസിസ്റ്റന്റ് മാനേജറിനും ഏറ്റവും സ്നേഹത്തോടുകൂടി സ്കൂളിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ സിസ്റ്റർ ടെറസിന് സ്കൂളിൻ്റെ പേരിലും അതുപോലെ തന്നെ ഈ ഒരു നറുക്കെടുപ്പിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതേപോലെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു നമ്മുടെ സ്കൂളിൻ്റെ HM ഷൈജ ടീച്ചറാണ് ഇതിനുവേണ്ട എല്ലാ പിന്തുണയും ഞങ്ങൾക്ക് നൽകിയത്. ടീച്ചറിന് ഏറ്റവും സ്നേഹത്തോടു കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ PTA പ്രസിഡന്റ് സുരേഷ് ചേട്ടൻ ഇങ്ങനെ ഒരു പരിപാടി ആദ്യമായിട്ട് അവതരിപ്പിച്ചപ്പോൾ തന്നെ വേണ്ട എല്ലാ പിന്തുണയും നൽകുകയും എല്ലാത്തിനും കൂപ്പൺ അടിക്കാനോ അതിന് വിൽക്കാനോ എല്ലാത്തിനും ഇപ്പോൾ ഈ നിമിഷം വരെ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നുകൊണ്ട് നമ്മുടെ ഈ ഒരു പരിപാടി വൻ വിജയമാക്കി തീർത്ത നമ്മുടെ PTA പ്രസിഡന്റ് സുരേഷ് ബാബു ചേട്ടന് ഏറ്റവും സ്നേഹത്തോടു കൂടി സ്കൂളിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കുന്നു. അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റ് ജീന മാഡം നമ്മുടെ ഈ ഒരു പരിപാടിക്ക് എല്ലാ പിന്തുണയുമായി നമ്മുടെ ഒപ്പം ഉണ്ട്. ഇന്ന് ഈ പ്രോഗ്രാമിന് വേണ്ടി മാഡത്തിനും ഏറ്റവും സ്നേഹത്തോടു കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ മാതാപിതാക്കൾക്കും അതോടൊപ്പം തന്നെ എൻ്റെ എല്ലാ സഹപ്രവർത്തകർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരൊറ്റ വാക്കുകൂടി, അതോടൊപ്പം തന്നെ നമുക്ക് ഒത്തിരി പേര് സംഭാവനയും അതേപോലെ തന്നെ സ്പോൺസറായിട്ട് പൈസയായിട്ടും സമ്മാനമായിട്ടൊക്കെ തന്നു. അവർക്കെല്ലാവർക്കും ഇതുമായിട്ട് സഹകരിച്ച എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.